ജ്യോത്സ്യൻ ശ്രീനാഥ്. ഇത് നമ്മൾ പ്രധാനമായിട്ട് എടുക്കാൻ പോണത് പല വിവാഹങ്ങളിലും പല ജാതകങ്ങളിലും വിവാഹ വിഷയത്തിൽ വിവാഹം നടക്കാണ്ടൊക്കെ പലരും ബുദ്ധിമുട്ടാറുണ്ട്. അതിൽ പ്രത്യേകിച്ച് പ്രായമായിട്ടൊക്കെ വിവാഹം നടക്കാണ്ട് നിൽക്കുന്ന, പക്ഷെ അവരുടെ ജാതകങ്ങളിലൊക്കെ വിശേഷപ്പെട്ട് സ്ത്രീ ജാതകമാണെങ്കിൽ 7-ൽ വ്യാഴം, അല്ലെങ്കിൽ പുരുഷ ജാതകമാണെങ്കിലും 7-ൽ വ്യാഴം 7-ൽ ശുക്രൻ മുതലായിട്ടുള്ള ഗ്രഹങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ജാതകങ്ങൾ നമ്മൾ സ്പെഷ്യലി കാണുമ്പോൾ ഈ ജാതകങ്ങളിൽ 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം വ്യാഴാണെങ്കിലും അത് ചില ഭാവങ്ങളുടെ ബന്ധം വന്നിട്ട് ഇത് ചില പൂർവ്വജന്മാർജിതമായിട്ടുള്ള ദുരിതങ്ങളോ ക്ലേശതകളോ ആയിട്ട് ഈ ജാതകത്തിനെ വളരെയധികം അത്യധികമായിട്ട് ഈ ജാതകത്തിനെ ക്ലേശിപ്പിക്കുന്നുണ്ടാവും. ഇത് നമ്മൾ മനസ്സിലാക്കിയാലാണ് ഇതിൻ്റെ പ്രായശ്ചിത്തം നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ആ ജാതകത്തെ നോക്കി അത് വ്യാഴാണോ ശുക്രനാണോ ചന്ദ്രനാണോ എത്ര വലിയ ശുഭഗ്രഹമാണെങ്കിൽ കൂടെ അതിലേക്കുള്ളതായിട്ടുള്ള ദൃഷ്ടിയോഗാദികളായിട്ടുള്ള ഗ്രഹങ്ങളുടെ ബന്ധം നോക്കിയിട്ട് അതിൽ ഏത് തരത്തിലുള്ള ദുരിതങ്ങളാണോ അതിൽ പ്രത്യേകിച്ച് പല വിഷയങ്ങളും പറയുന്നുണ്ടാവുക. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണമായിട്ട് ഏതൊരു ജ്യോത്സ്യന്മാരും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും ജ്യോതിഷത്തെക്കുറിച്ച് അറിവുള്ള വ്യക്തികളും ഉപയോഗിക്കുന്ന മറ്റു നിയമങ്ങൾ, ഈ ഷഷ്ടേഷേ നവമി എന്നുള്ളതായിട്ട് നിയമം കൊണ്ട് ചിന്തിക്കുമ്പോൾ പോലും അതിലൊരു പിതൃവിഷയത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു മാതൃവിഷയത്തിൻ്റെയോ ദുരിതം ഉണ്ടാവുക. പക്ഷെ ഇത് ഏത് ബന്ധത്തിൽ നിന്ന് ഏത് രീതിയിലുള്ള പൂർവ്വജന്മാർജിതമോ പാരമ്പര്യമായിട്ടുള്ള ദുരിതമാണോ നോക്കിയിട്ട് ഗ്രഹങ്ങളുടെ ബന്ധം വെച്ച് നോക്കിയാൽ മാത്രമാണ് വ്യക്തമായിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ. അത് ചിലപ്പോൾ തുടക്കക്കാർക്ക് ചിലപ്പോൾ ഉമാമഹേശ്വര പൂജ കൊണ്ട് നന്നാവായിരിക്കാം, പക്ഷേ അതിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ പ്രായശ്ചിത്തം നിശ്ചയിക്കേണ്ടി വരും. നമസ്കാരം.